അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുമയും പെരുന്നാളും ഒത്തുവന്നാൽ രണ്ടിലും പങ്കെടുക്കലാണ് ഉചിതമെന്നതിൽ തർക്കമില്ല. എന്നാൽ രണ്ടും നിർബന്ധമാണോ? ഇളവുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അപ്രകാരം ഉണ്ടായപ്പോൾ അവരെങ്ങനെയാണത് നിർവഹിച്ചത്? ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ എന്ത് രേഖപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പറയുവാനും നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് ആദ്യമായി ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ മുആവിയ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരേ ദിവസം രണ്ട് പെരുന്നാളുകൾ, അതായത് ജുമായും ഈദും ഒരുമിച്ച് വരുന്നതിന് സാക്ഷിയായിട്ടുണ്ടോ? അപ്പോൾ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അതേ. മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയുണ്ടായി, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നമസ്കരിക്കുകയും ശേഷം ജുമഅയ്ക്ക് ഇളവ് നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു, ജുമഅ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ നമസ്കരിച്ചു കൊള്ളുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, ഇന്നേ ദിവസം നിങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, അതായത് ജുമഅയും ഈദും. ഉദ്ദേശിക്കുന്നവർക്ക്, അത് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ജുമഅയ്ക്ക് ബദലാകുന്നു. നമ്മളാകട്ടെ ജുമഅ നമസ്കരിക്കുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് ഈദുകൾ ഒരേ ദിവസം സംഗമിച്ചതിന് ഞാൻ സാക്ഷിയായി. അതൊരു ജുമഅ ദിവസമായിരുന്നു. അദ്ദേഹം ആദ്യം നമസ്കരിച്ച ശേഷം ഖുത്ബ നിർവഹിച്ചു, അതായത് പെരുന്നാൾ നമസ്കാരം. എന്നിട്ട് അദ്ദേഹം ആളുകളോട് പറയുകയുണ്ടായി, അല്ലയോ ജനങ്ങളെ, ഈ ദിവസം നിങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ചേർന്നിരിക്കുന്നു. അതായത് ജുമഅയും അവാലിയിൽ നിന്നും വന്നവരിൽ, അതായത് മദീനയുടെ ഒരു പ്രാന്തപ്രദേശമാണ് അവാലി എന്ന് പറയുന്നത്. ജുമഅയ്ക്ക് കാത്തു നിൽക്കുന്നവർക്ക് കാത്തു നിൽക്കാം, മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ അതിനുള്ള അനുവാദവും നൽകുകയും ചെയ്യുന്നു എന്ന്. ഇങ്ങനെ ഇനിയും അനേകം ഹദീസുകളും അസറുകളും ഈ വിഷയത്തിൽ ലഭ്യമാണ്. ഏതായാലും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഭിപ്രായം അനുസരിച്ച് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ജുമഅ നമസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള ബാധ്യത ഇല്ലാതാകുന്നില്ല എന്നാണ്. ജുമഅ പുരുഷന്മാർക്ക് ഫർള് ഐനും പെരുന്നാൾ നമസ്കാരമാകട്ടെ ഫർള് കിഫയുമാണ്. ഒന്ന് മറ്റൊന്നിന് ബദലാകുകയില്ല എന്നതിനെ മുൻനിർത്തിയാണ് ആ അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ സൗദി പണ്ഡിതന്മാരുടെ സഭ എന്ത് പറയുന്നു? ഒന്നാമതായിട്ട്, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തയാൾക്ക് ജുമഅയിൽ പങ്കെടുക്കാതെ പകരം ളുഹർ നമസ്കരിക്കാൻ ഇളവുണ്ട്. എന്നാൽ കൂടുതൽ പ്രതിഫലത്തോടെ ആഗ്രഹത്തോടെ ജുമഅയിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ അതിൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠത. രണ്ടാമതായി പറയുന്നത്, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആൾക്ക് ഈ ഇളവ് ലഭിക്കില്ല. അതുകൊണ്ട് അവർക്ക് ജുമഅ ഒഴിവാകുന്നുമില്ല. അവർ നിർബന്ധമായും ജുമഅയ്ക്ക് പള്ളിയിൽ പോകണം. ജുമഅ നമസ്കരിക്കാനുള്ള ആളുകൾ ഇല്ലാതെ വന്നാൽ മാത്രം ളുഹർ നമസ്കരിക്കുക എന്നതാണ്. മൂന്നാമതായി പറയുന്നത്, സാധാരണ ജുമഅ നടക്കാറുള്ള പള്ളിയിലെ ഇമാമിന് ജുമഅ നിർബന്ധമാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തവർക്കും ജുമഅ കൂടി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടി ഇമാം നിർബന്ധമായും പള്ളിയിൽ ജുമഅ നമസ്കരിച്ചിരിക്കണം. ഇനി ജുമഅയ്ക്ക് ആളില്ലാതെ വന്നാൽ മാത്രം ളുഹർ നമസ്കരിക്കുക. നാലാമതായി പറയുന്നത്, പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തതിനാൽ ഒരാൾ ജുമഅയ്ക്ക് വരാതിരുന്നാൽ അയാൾ ളുഹറിൻ്റെ സമയമായാൽ ളുഹർ നമസ്കരിക്കണം. അഞ്ചാമതായി പറയുന്നത്, അന്നേ ദിവസം ജുമഅ നടക്കുന്ന പള്ളികളിൽ മാത്രമേ ജുമഅയ്ക്ക് ബാങ്ക് വിളിക്കാവൂ. സാധാരണ ജുമഅ നടക്കാത്ത പള്ളികളിൽ നിന്ന് ളുഹറിന് ബാങ്ക് വിളിക്കരുത്. ആറാമതായി പറയുന്നത്, പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തവർക്ക് പിന്നെ അന്ന് ജുമഅയും ളുഹറും രണ്ടും നമസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം ശരിയല്ല എന്നാണ്. ആ അഭിപ്രായം പണ്ഡിതന്മാർ തള്ളിക്കളയുകയും അത് അങ്ങേയറ്റം ആശ്ചര്യകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയ്ക്ക് എതിരും തെളിവില്ലാതെ ഒരു ഫർള് നമസ്കാരം ഒഴിവാക്കുന്നതുമായ അഭിപ്രായമാണ്. പെരുന്നാളിന് പങ്കെടുത്തവർക്ക് ജുമഅയിൽ ഇളവുണ്ട്, പക്ഷേ ജുമഅ നിർവഹിച്ചില്ലെങ്കിൽ
ളുഹർ നിർബന്ധമായി നമസ്കരിച്ചിരിക്കണം എന്നതിലുള്ള അനേകം പരാമർശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ലാത്തതിലാകാം ചിലർ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായം സ്വീകാര്യമല്ല. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ.